ഹലോ ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് എല്ലാവരും രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ പിറകെയാണ് എല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ വീട്ടിൽ എന്താണ് ചോരുന്നു, അവരുടെ കുട്ടിയെ നോക്കുന്നില്ല എന്നും, ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നും അങ്ങനെയുള്ള കുറേ കമന്റുകളും കുറേ വീഡിയോസും ഈ അടുത്ത കാലത്തായിട്ട് കുറേ ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്, ഇപ്പൊ ഞാൻ തന്നെ പറയണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ പിറകെ എന്തിനാണ് ഇങ്ങനെ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു സംശയം. അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്. അവരവരുടെ കുട്ടിയെ വളർത്താൻ, കുട്ടിയെന്ന് പറയാൻ ഇപ്പൊ രണ്ടുപേരുണ്ടല്ലോ, അവർ രണ്ടുപേരും വളർത്താൻ വേണ്ടിയിട്ടായിരിക്കും അവരിങ്ങനെ ചെയ്യുന്നത്. ഈ രേണു സുധി എന്ന് പറയുന്ന ഈ വ്യക്തി അവരുടെ കുടുംബത്തിലെ ഫുള്ള് കാര്യം, അതായത് അച്ഛൻ, അമ്മ, രേണുവിന്റെ രണ്ട് മക്കൾ അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ. ഇപ്പൊ കിച്ചുവിന്റെ കാര്യം കുഴപ്പമില്ല, കിച്ചു അച്ഛന്റെ വീട്ടിലാണ് നിൽക്കണമെന്ന് പറയുന്നു. എങ്കിൽ പോലും ഈ കുടുംബത്തിന്റെ ഫുൾ കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ് രേണു. കാരണം രേണു ജോലി ചെയ്താൽ മാത്രമേ ആ കുടുംബം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിയത് കൊണ്ടല്ലേ ആ വീട്ടുകാർ ഇതെല്ലാം കണ്ടിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്നത്. കാരണം അവർക്കറിയാം രേണു ജോലിക്ക് പോയാലേ അവർക്കും ജീവിക്കാൻ പറ്റുള്ളൂ എന്നവർക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു സാധു പെണ്ണിനെ എല്ലാവരും ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിൻ്റെ കൂടെ എനിക്ക് ഒരു മാനസികമായിട്ട് എനിക്കൊരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്കൊരു വിഷമം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ പലരുടെയും ചോദ്യമുണ്ട്, രേണുസുതി എന്തിന് ഇങ്ങനെ ഒരു ജോലി തിരഞ്ഞെടുത്തു? അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായ കാര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള ജോലി എന്തെങ്കിലും തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഇപ്പം എല്ലാവർക്കും ഒരേ ജോലി തന്നെ ചെയ്യണം എന്നുള്ളതൊന്നും ഇല്ലല്ലോ. ഇതിനപ്പുറം വൃത്തികെട്ട ജോലികൾ എന്ന് എത്ര സ്ത്രീകളുണ്ട്? സോഷ്യൽ മീഡിയ തുറന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ എങ്ങനെ എല്ലാ വീഡിയോ ഓരോരുത്തർ എടുത്തിടുന്നുണ്ട്. അപ്പൊ പിന്നെ രേണുസുതിക്ക് മാത്രം എന്താണ് പ്രത്യേകത? രേണുസുതി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കാര്യം ഞാൻ പറയാൻ, അവർ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് അവരെ മക്കളെ നോക്കിക്കോട്ടെ എന്നല്ലേ ചിന്തിക്കാവുള്ളൂ. ഇപ്പം എന്റെ സ്ഥാനത്ത് ഏതൊരു പെണ്ണായാലും അങ്ങനെ വിചാരിക്കത്തുള്ളൂ. ഇപ്പം ഭർത്താവ് മരിച്ചത് കൊണ്ട് ഒരു ജോലിക്കും എന്നാ ചോദിക്കുക, എന്തെല്ലാം ജോലികൾ വേറെ ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവരുടെ കുട്ടിയെ നോക്കാൻ അവരുടെ വീട്ടിൽ അവരെ ആൾക്കാരൊക്കെ ഉണ്ട്. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു ജോലി അവർ ചെയ്യുന്നുമുണ്ട്. അതിലിപ്പം ഈ നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം എന്നാണ് അറിയാൻ വയ്യാത്തത്. ഹസ്ബൻഡ് ഉണ്ടായിട്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നു, രാത്രി 12 മണിക്ക് ലൈവിൽ വരുന്നു. ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു ആളുണ്ടെങ്കിൽ എല്ലാവർക്കും എന്തും ചെയ്യാമോ? എന്താ അവരേക്ക് പറയാൻ നിങ്ങൾ പോകുന്നില്ല? ഈ രേണു സുധി എന്ന് പറയുന്നത് പിന്നെന്താണ്, സാമ്പത്തികമായിട്ടും ആൾബലം ഒന്നും ഇല്ലാത്ത ഒരാളായത് കൊണ്ടാണ് നിങ്ങളെ തിരഞ്ഞു പിടിച്ച് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. ഒരാൾ പറയുന്നുണ്ട് രേണു സുധി കുട്ടിയെ അടിച്ചു പൊള്ളിച്ചു എന്നൊക്കെ. നൊന്ത് പ്രസവിക്കുന്ന ഒരു അമ്മയ്ക്ക് ഒരു കുട്ടിയുടെ കുരുത്തക്കേടോ അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങളോ കണ്ടാൽ ശിക്ഷിക്കാനുള്ള അധികാരം ഇല്ലേ? നൊന്ത് പ്രസവിച്ച ഒരാളിനല്ലേ അത് കഴിയൂ. വേറൊരാളാണ് ചെയ്തെങ്കിലല്ലേ നിങ്ങൾക്ക് അതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കേണ്ടതായിട്ടുള്ളൂ. എന്നാൽ എത്രയോ അമ്മമാര് ആൺ സുഹൃത്തിനോടൊപ്പം ഓരോ കൊച്ചുങ്ങളെ കൈയും കാലും ഒക്കെ പൊള്ളിക്കുന്നു. അതിനെതിരെ നിങ്ങൾ എന്താ സംസാരിക്കാത്തത്? ഈ രേണു സുധി എന്ന് പറയുന്നത് ഒരു സ്ത്രീ എന്നുള്ളൊരു പരിഗണനയിൽ നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. അതിപ്പോ ഒരാളുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഇപ്പൊ കാണുന്ന വ്ളോഗ്സ് എല്ലാം രേണുസുതിക്കെതിരെ എടുക്കുന്ന വ്ളോഗുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത് മൊത്തം. അതിപ്പോ ഞാനത് കാണുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ അത് കയറി വരുന്നത്. അതെല്ലാവർക്കും അറിയാം. നമ്മൾ രേണുസുതിയെ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അവരെ വീഡിയോ ഒന്നും കാണാതിരുന്നാൽ മതി, പിന്നെ അത് കയറി വരത്തില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും അടച്ച് ആക്ഷേപിക്കാൻ വേണ്ടി അവർ വലിയ തെറ്റൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്റെ മോൾക്ക് തന്നെ ഇപ്പം 4 വയസ്സായി. ഈ 4 വയസ്സ് വരെയും അവളെ ഡെലിവറി കഴിഞ്ഞ് 3 മാസം ആയപ്പോൾ തന്നെ ഞാൻ അവളെ ഇട്ടിട്ട് ജോലിക്ക് പോയൊരു സ്ത്രീയാണ് ഞാൻ. അപ്പോഴൊക്കെ എന്റെ അമ്മയാണ് നോക്കിയത്. ഇപ്പൊ ഞാനില്ലാത്ത ഇത് എന്റെ അമ്മയും എന്റെ ചേച്ചിയുമാരും ഒക്കെയാണ് എന്റെ മോളെ നോക്കിയത്. അപ്പൊ അവര് നോക്കുമ്പോഴത്തേക്ക് ഞാനില്ലാത്ത സമയത്ത് ഒരാൾ വന്ന് നോക്കുമ്പോ എന്റെ കുഞ്ഞ് ചിലപ്പോ ഒത്തിരി മുഷിഞ്ഞ വേഷത്തിൽ നിൽക്കുക, ചിലപ്പോൾ ഒരു കുരുത്തക്കേട് കഴിച്ച് എന്റെ അമ്മ ചെറിയൊരു അടി കൊടുത്തപ്പോൾ അവൾ കരഞ്ഞോണ്ട് നിൽക്കുമ്പോഴായിരിക്കും വേറൊരാൾ വന്നത്. അപ്പോഴും അമ്മാമ്മ അടിച്ചെന്ന് പറയാൻ എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ വിഷയമായിട്ട് തോന്നാറില്ല. കാരണം എന്റെ അമ്മ എത്രത്തോളം നല്ലതുപോലെയാണ് എന്റെ മോളെ നോക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. രേണുവിന്റെ അച്ഛന്റെയും അമ്മയുടെ അടുത്താക്കിയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ കിച്ചു ചെന്ന് വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെ കുട്ടിയെ നോക്കുന്നില്ല, വൃത്തിഹീനമായിട്ട് ഇട്ടേക്കുന്നു. അതൊക്കെ ഇപ്പം നമ്മളെ വീട് നോക്കുന്നതിന്റെ അത്രയും ചിലപ്പോൾ വേറൊരാൾ നോക്കണമെന്നില്ല. പക്ഷേ രേണുവിന് ഏറ്റവും കൂടുതൽ കുട്ടിയെ സേഫായിട്ട് ആക്കാൻ പറ്റുന്ന ഒരാളിന്റെ അടുത്താക്കിയിട്ടാണ് അവൾ പോയത്. ഞാനത് വിശ്വസിക്കുന്നത്. കാരണം നമ്മളും അമ്മയാണ്, നമ്മളും ജോലിക്ക് പോകുന്നവരാണ്. നമ്മളും കുട്ടിയെ ഇതേപോലെ 3-4 മാസം ആകുമ്പോഴത്തേക്ക് അമ്മാമ്മയുടെ കയ്യിലോ അല്ലെങ്കിൽ അച്ചാമ്മയുടെ കയ്യിലോ ഒക്കെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോണവരാണ്. അപ്പൊ ഈ കണ്ടു നിൽക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇതെല്ലാം പോട്ടെ, ഒരാളിനെ ടാർഗറ്റ് ചെയ്ത് ഉപദ്രവിച്ച് അതിന് പിറകെ നടന്ന് വീഡിയോ ചെയ്യുന്നു. 1 മാറി 2 മാറി 3 മാറി ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ അവർക്കെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്നും ചിന്തിക്കാത്ത ഒരു സ്ത്രീയാണ്. ഒരു നിമിഷം മതി ഒരു മനുഷ്യന്റെ മൈൻഡ് മാറി ആത്മഹത്യയിൽ നമ്മളെ നയിക്കാൻ. അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ 2 കുട്ടികൾ ആരും നോക്കൂ? ഈ പറയുന്ന സോഷ്യൽ മീഡിയക്കാർ നോക്കൂ? ഈ അവർക്കെതിരെ വീഡിയോ ചെയ്യുന്നവർ നോക്കൂ? അവസാനം എന്താണ്, നിങ്ങളൊരു ആദരാഞ്ജലികളും പറഞ്ഞിട്ട് നിങ്ങളങ്ങ് പോകും. അപ്പോഴും നഷ്ടം ആർക്കാണ്? ആ കുട്ടികൾക്കാണ്. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അവർ പിറകെ എന്തിനിങ്ങനെ ശല്യം ചെയ്യുന്നത്? അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചു, അവർ ഇഷ്ടത്തിന് വിട്.
നിങ്ങൾ ആൾബലവും സ്വാധീനവും പണമൊക്കെ ഉള്ളവർ പിറകെന്ന് ഭർത്താവിനെ കൊണ്ട് നടന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്നവരും ഭർത്താവ് ഉണ്ടായിട്ട് രാത്രി 12 മണിക്കും 1 മണിക്ക് ലൈവിൽ വരുന്നവരൊക്കെ പിറകെ പോകും നിങ്ങൾ. അവര് വെറുതെ വിട്ടേരെ, അവർ എങ്ങനെയെങ്കിലും ആ കൊച്ചുങ്ങളെ വളർത്തി ജീവിച്ചോട്ടെ. ഇപ്പൊ ഈ കാണുന്ന നിങ്ങൾ തന്നെ അവരെ പൊക്കി വെച്ചിട്ട് എടുത്തൊക്കെ താഴെ ഇടും. അപ്പൊ ആ സമയമെങ്കിലും അവര് അത്യാവശ്യം ക്യാഷ് ഒക്കെ ഉണ്ടാക്കട്ടെ, അവരൊരു സേഫ് ആവട്ടെ. ഇപ്പൊ തന്നെ അവര് വാടക വീട്ടിലോട്ട് മാറുന്ന അവസ്ഥ വരെ എത്തി. അതൊക്കെ ഈ സോഷ്യൽ മീഡിയക്കാർ ഉണ്ടാക്കി വെച്ചതാണ്. ഒരു മനുഷ്യന്റെ നശിപ്പിക്കാൻ തന്നെ അങ്ങേറ്റം. എന്നിട്ട് രേണുസുതി ആയതുകൊണ്ട് ഇത്രയും പിടിച്ചിരിക്കുന്നത്. വേറെ ഒരു സ്ത്രീ ആണെങ്കിലും ഇപ്പൊ എപ്പോഴേ കൈവിട്ട് പോയനായിരുന്നു. പിന്നെ ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഇതിന്റെ പിറകെ പൊങ്കാലയിടാൻ വരരുത്. ഇത് എന്റെ അഭിപ്രായമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, ബൈ ബൈ.